ജീവിച്ചാലും വെറും 100 വയസ്സിൽ ചുരുങ്ങിയിരിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ, നാളെ ഖിയാമത്ത് നാളിൽ ഉന്നതരവരാണ്. ഇന്ന അഖ്വമ ഖൗമൻ മിനൻ നാസി യൗമൽ ഖിയാമ സദഖ റസൂലുള്ളാഹി. നബി പറയാണ്, എന്റെ സമുദായമാണ് എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തെക്കാളും ഉന്നതമായ സമൂഹം എന്റെ സമുദായമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, എല്ലാ സമുദായത്തിനേക്കാളും എല്ലാ പ്രവാചകന്മാരുടെക്കാളും മികച്ചു നിൽക്കുന്നത് എന്റെ സമുദായമാണ്. എന്താണ് ആ സമുദായത്തിന്റെ പ്രത്യേകത? ഇന്ന ശഅറുക്കും ഹാദാ യൽബിസൂന അൽഫാ. 1000 കൊല്ലം ജീവിച്ചതിനേക്കാൾ ഒരൊറ്റ മാസം മതി അവർക്ക് ഇബാദത്തിന്. ഒരൊറ്റ മാസം മതി അവർക്ക് ഇബാദത്തിന്. അവര് ആ ഇബാദത്തിന് വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ 1000 കൊല്ലത്തോളം അവർ ജീവിച്ചതിനേക്കാളും പ്രബലമാണ് എന്റെ പ്രിയപ്പെട്ടവർ ഒരു മാസം. ഒരു വൃദ്ധാനുഷ്ഠം, റമളാൻ വരുന്നു, പോകുന്നു, വരുന്നു, ഇതല്ല. ഒരു അതിഥി വരുമ്പോ ആ അതിഥിയെ കീപ്പ് ചെയ്യേണ്ടതും അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതും അതിനെ വേണ്ടുവോളം പരിഗണിക്കേണ്ടത് ആതിഥ്യെ സ്വീകരിക്കുന്നവന്റെ മര്യാദയാണ്. അതിഥിയെ സ്വീകരിക്കുന്ന സ്വീകാര്യത്തിൽ നമ്മുടെ ഒരു അറബി പറയാണ്, എനിക്ക് നിന്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വന്ന എന്തെല്ലാം സൗകര്യങ്ങൾ ആ മനുഷ്യൻ ജോലി ചെയ്യുന്ന തൻ്റെ മുതലാളിക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും, അർബാബിന് വേണ്ടി ഒരുക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ അടുത്ത് ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പോ തിരിച്ചു വരുമ്പോൾ ഒറ്റപ്പാലൊക്കെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കയറി. അപ്പൊ അദ്ദേഹത്തിന്റെ അർബാബാടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ. ഞാൻ ചോദിച്ചു, അദ്ദേഹം വരികയല്ലേ, എങ്ങനെയൊക്കെ ഒന്ന് കീപ്പ് ചെയ്താൽ, എങ്ങനെയൊക്കെ ഒന്ന് സൽക്കരിച്ചാൽ അയാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജോലികൾ കയറ്റി കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അതിഥിയെ സ്വീകരിക്കുന്ന മാനുഷികമായ പരിഗണനയാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. എന്നാൽ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഒരു മാസക്കാലം എനിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് വേറെ ആർക്കും അറിയില്ല. അജ്സാബിഹി, ഞാനാണ് അതിന് കൂലി നൽകുന്നത്, അല്ലാതെ മനുഷ്യരല്ല കൂലി നൽകുന്നത്, ഞാനാണ്. അജ്സാബിഹി ഇന്ന സ്വൗമു അഖ്വമു മിനൻ നാസി മിൻ ഇബാദ. ആരാധനയിൽ എനിക്ക് മനുഷ്യനിൽ നിന്ന്, എന്റെ അടിമയിൽ നിന്ന് പിടിച്ചു കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു മാസക്കാലം നിങ്ങൾ എന്നോട് വ്രതം അനുഷ്ഠിച്ചാൽ കാന യത്ലാഹും ഫിൽ യൗമത്തിൻ മിനൽ ബാബി റയ്യാൻ. റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടം നിങ്ങളെ ചോദിക്കുകയാണ്, എവിടെ നോമ്പുകാരെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓഫർ നൽകിയാൽ ആ അല്ലാഹുവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മളെ പരിപാലിച്ച, നമ്മളെ ശ്രദ്ധിച്ച, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് എല്ലാ സൗകര്യം അല്ലാഹുവിന്റെ നല്ലാത്തതൊന്നുമില്ല. നമ്മൾ പറയില്ലേ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ ആ കാണുന്ന പള്ളിക്കാട്ടിക്ക് എന്താ അത് കൊണ്ടുപോകാത്തത്? ഏതെങ്കിലും മനുഷ്യർ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ സൃഷ്ടാവും ഇതിന്റെയൊക്കെ ആയുസ്സും ഇതിന്റെയൊക്കെ കണക്കും ഒരു യജമാനൻ, ഒരു അല്ലാഹ്, ഒരു പടച്ചവൻ നമ്മളുണ്ട്. യുക്തിവാദികൾ പറയുന്നത് ഏറ്റവും കൂടുതൽ അതാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ എന്ന് പറയുന്നില്ല, അതൊക്കെ ഒരു സാങ്കല്പികമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു സാങ്കല്പികമാണെങ്കിൽ, അങ്ങനെ ഒരു വിടുദ്ധമാണെങ്കിൽ ഈ മനുഷ്യർ മരിച്ചു പോയവർ അവരെന്തേ അവർ സമ്പാദിച്ചത് കൊണ്ടുപോകാത്തത്? എന്തേ അവരുടെ സാർപാഠങ്ങൾ എത്രയെത്ര ലോക പ്രസിദ്ധി ആർജിച്ച സമ്പന്നർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പൊ ജനനവും മരണവും സൃഷ്ടാവിന്റെ അടുത്ത് അത് രേഖപ്പെടുത്തിയതും റബ്ബാണ്. ആയുസ് തരുന്നത്, ആയുസ്സിനെ പിടിച്ചു വലിക്കുന്നതും അല്ലാഹു തന്നെയാണ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ വെറും വിടുവായുത്തം മാത്രമാണ്, ജനങ്ങളെ പറ്റിക്കുക മാത്രമാണ്. ഇവിടെ റബ്ബില്ല, ഇലാഹില്ല എന്ന് പറഞ്ഞൊക്കെ. പക്ഷേ മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും, അതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും. അതൊരു മതക്കാർക്കും തർക്കമില്ല. അത് ഒരു മതത്തിന്റെ വേദഗ്രന്ഥത്തിലും എന്ത് ചെയ്യുക
നല്ല നിലക്ക് നടന്ന അവിടെ പോയ സുഖാണ് എന്നുള്ള അഭിപ്രായം എല്ലാ മതക്കാർക്കും അങ്ങനെയാണ്. അതിന്റെ സ്വത്വത്വത്തിലേക്ക് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ നല്ല ജീവിതം നയിച്ചാലേ അവിടെ സുഖം കിട്ടുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പരിശുദ്ധമായ റമദാനിനെ സന്തോഷത്തോടുകൂടെ വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ നാട്, പള്ളി ഒക്കെ ഒരുങ്ങണം. നമ്മുടെ ശരീരം ഒരുങ്ങണം, നമ്മുടെ മനസ്സൊരുങ്ങണം, നമ്മുടെ പള്ളികൾ ഒരുങ്ങണം, നമ്മുടെ നാടുകൾ ഒരുങ്ങണം, എല്ലാം ഒരുങ്ങണം. ആ റമദാൻ അതിഥിയെ സ്വീകരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മളെങ്ങനെ സ്വീകരിക്കാന്ന് അറിയൂ? ഒരു സൊഫ് നിസ്കരിക്കുകയാണെങ്കിൽ റമദാൻ എടുക്കുകയാണ്. ഏതായാലും ഇപ്പൊ റമദാൻ ആകട്ടെ, ഒരു ഞാൻ കുറച്ച് റമദാനായിട്ടാണ് തുടങ്ങാം എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതേപോലെ റമദാൻ കഴിഞ്ഞാലും സൊഫ് ചുരുങ്ങും, റമദാൻ അത്യാലും കുരുങ്ങും, ആൾക്കാർക്ക് മടിയാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊന്നാരന്റെ മാണിക്കല്യാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആയുസ് അല്ലെങ്കിൽ പിടിച്ചു വലിക്കും. എത്ര വെറുതെ അവിടെ ഇവിടെ നോക്കി